വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഇന്നത്തെ വീഡിയോയിൽ കിച്ചൺ ടെയിൽസിന് വരുന്ന ചിലവുകൾ, എക്സ്പെൻസസ്, ആൻഡ് അത് ഞാൻ ഹാൻഡിൽ ചെയ്യണത്. പിന്നെ എൻ്റെ ഒരു രീതി ഈ എക്സ്പെൻസൊക്കെ ഹാൻഡിൽ ചെയ്യണത്, പിന്നെ ഞങ്ങളുടെ വർക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെയാണ്. ജിജു എന്നോട് എപ്പോഴും ചോദിക്കുക എന്തൊരു എക്സ്പെൻസാണെന്ന്. ബട്ട് എക്സ്പെൻസ് അങ്ങനെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും എന്താ, എനിക്ക് 24 hours വർക്ക് ചെയ്യാനൊരു കുഴപ്പമില്ല, ഡബിൾ വർക്ക് ചെയ്യാം. ബട്ട് എക്സ്പെൻസിൽ കുറയ്ക്കാൻ പറ്റില്ല. ചില എക്സ്പെൻസിൽ കുറച്ചിലൊക്കെ ഞാൻ കുറച്ച് എന്താണ് അതിന് വാക്ക് അല്ല ചില സ്ഥലത്തൊക്കെ ഞാൻ ചുരുക്കാറുണ്ട്. ബട്ട് അത് പക്ഷേ വേറെ സ്ഥലത്ത് പോകും, കൂടുതൽ പോകും. അതാണ് എൻ്റെ അതിനകത്ത് വലിയ മിടുക്കിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്നെ തന്നെ അതൊരു ഡിഫക്റ്റാണ്. ഈ ഡ്രസ്സിൻ്റെ ആദ്യം പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ എക്സ്പെൻസിൻ്റെ ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ബോംബെ പോയി കുറേ മെറ്റീരിയൽസ് മേടിച്ചില്ലേ, അത് വെച്ച് എല്ലാം കഫ്താൻ സ്റ്റിച്ച് ചെയ്തു. അവിടെ ഞാൻ ലാഭിച്ചു. ബട്ട് വേറെ കുറച്ച് സ്ഥലത്ത് പോയിട്ടുണ്ട്, അതിപ്പോൾ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ ഇട്ട് കാണിക്കാം. ഇതും സ്റ്റിച്ച് ചെയ്താൽ എപ്പോഴും ഞാൻ ചെയ്യുന്ന യൂഷ്വൽ പാറ്റേൺ ആണിത്. ബട്ട് കുറേ കൂടെ ആക്സസറൈസ് ചെയ്താൽ ശരിക്കും നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരുമാതിരി എല്ലാം ഞാൻ എടുത്തോണ്ട് വന്നതും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ആക്സസറൈസ് ചെയ്തിട്ട് എൻ്റെ ലേറ്റർ ഓൺ വീഡിയോസിൽ ഞാൻ കാണിക്കാം. ഇതൊക്കെ മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നൈറ്റിയുടെ പോലെ ഇരിക്കേണ്ടതെന്ന്. ബട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിനൊന്ന് പ്രോപ്പറായിട്ട് ആക്സസറൈസ് ചെയ്താൽ മതി. കുറച്ച് വലിയ ജ്വല്ലറി ഒക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. പിന്നെ ഇത് ഓർക്കുന്നുണ്ടോ, എൻ്റെ ബോംബെ വ്ളോഗിൽ ഞാൻ തന്നെ പറയുന്നുണ്ട് സ്റ്റിച്ച് ചെയ്താൽ അത് ശരിയാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന്. ബട്ട് ഇത് ഭയങ്കര നല്ലതായിരുന്നു. രാത്രിയിലത്തെ ഒരു പാർട്ടിക്ക് ആയിട്ടുണ്ട് പോയിട്ട് കുറേ പേർക്ക് ഇത് ഇഷ്ടമായിരുന്നു. അതൊരു തീം പാർട്ടിയായിരുന്നു, എന്തോ കളർഫുൾ എന്തോ ഒരു തീമിൽ. അതിന് കറക്റ്റായിരുന്നു ഇത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തീം പാർട്ടിക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെ കളേഴ്സിൻ്റെ സാധനങ്ങൾ. അപ്പോൾ ആ ഒരാഴ്ചത്തെ കിച്ചൺ ടെയിൽസിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഇത് കഴിഞ്ഞ് അവിടെ ലാഭിച്ചു. ഇനി വേറെ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇത് കണ്ടോ, ഈ ഡ്രസ്സ് അല്ല ഈ കഫ്താൻ കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ആക്സസറൈസ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു വലിയൊരു സിദ്ധി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓൺലൈൻ ബ്രാൻഡാണ്, ഡിജിറ്റൽ ബ്രാൻഡ്. അത് ഒരെണ്ണം മേടിച്ചു വെച്ചു. ഈ കളറല്ല, എന്നാലും എപ്പോഴും ഞാൻ യൂസ് ചെയ്യും ഇങ്ങനത്തെ കളേഴ്സൊക്കെ ആകുമ്പോൾ. കുറച്ച് വലിയ കളർഫുൾ ഇയറിങ്സ് ആണ് എനിക്കിഷ്ടം. പിന്നെ ബാക്കിയൊക്കെ ഇനി എൻ്റെ കമ്മിങ് വീഡിയോസിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. ഇവിടെ മസാലപ്പൊടി റെഡിയാക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചേക്കാട്ടോ. ഞാൻ അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞുതരാം. അതിനേക്കാൾ മുമ്പ് വേറെ ഒരു ക്രോക്കറി മേടിച്ച് കാണിച്ചു തരാം. ഇത് വല്ലാർപാടം പള്ളിയിൽ പോയപ്പോൾ അവിടെ താഴെ ഒരു റോഡ് സൈഡ് വെൻഡറിന് മേടിച്ച അവിടെ തന്നെ ഇത് കണ്ടോ, 200-150 റുപ്പീസൊക്കെ ഉള്ളൂ. ഉപ്പ്, കല്ലുപ്പ്, അങ്ങനെ ഉണക്കമുളക് അതൊക്കെ ഇട്ട് വെക്കാനായിട്ട്. പിന്നെ എൻ്റെ വീഡിയോസിലും കാണാൻ നല്ലതാണല്ലോ ഇങ്ങനത്തെ പാത്രം. നല്ല കളർ, ശരിക്കും നമ്മുടെ വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ കിട്ടണ പോലെ തന്നെ. ആൻഡ് എപ്പോഴും മേടിക്കുമ്പോൾ ഇങ്ങനെ 2-3 പ്രിൻസ് മേടിക്കുക, ഡിഫറെൻറ്റ് പ്രിൻസ്, ഒരേ ടൈപ്പ് മേടിക്കാണ്ട്. ബ്രൗണിൽ 2-3 പ്രിൻസ് മേടിച്ചു. ഈ പാത്രം എനിക്കൊന്നിന് ഈ ഒരു പ്രിൻറ്റേ ഉള്ളൂ. ബട്ട് അതിങ്ങനെ തിരിച്ചൊക്കെ വെച്ചാൽ മതി, പ്രിൻസ് ഡിഫറെൻ്റ് ആക്കി വെച്ചാൽ മതി. ബ്ലൂവും അതുപോലെ തന്നെ 2 ഡിഫറെൻറ്റ് പ്രിൻസാണ് മേടിച്ചത്. അവിടെ നല്ല ലാഭമായിരുന്നേ. ചെറുതായിട്ടൊരു ഡാമേജ് വന്നത് ഇവിടെ എൻ്റെ കാൽക്കുലേഷൻ ഫുൾ തെറ്റിയിട്ടാണ്. ഇത് വാങ്ങിക്കാനായിട്ട് ഇരുന്നതല്ല, ഞാൻ ആകെ കൂടെ മേടിക്കാൻ ആവശ്യം വന്നത് ഇതുപോലത്തെ ബോട്ടിൽസ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മസാലപ്പൊടി, അതിൻ്റെ പല ടൈപ്പിലുള്ള മസാലപ്പൊടി നമ്മളിന്ന് ഉണ്ടാക്കി വെക്കാൻ പോവാം. നിങ്ങൾക്ക് ഈ പിള്ളേരുടെ ടിഫിൻ ബോക്സിലേക്കൊക്കെ പെട്ടെന്ന് ഒട്ടും സമയമില്ലാണ്ട് ഉണ്ടാക്കാൻ കറക്റ്റാണ്. അതായിരുന്നു എൻ്റെ ഉദ്ദേശം. ബട്ട് മേടിച്ചപ്പോൾ ഇതെല്ലാം കൂടി മേടിച്ചു. അവിടെ ചെറുതായിട്ട് പാളി, പക്ഷേ വാങ്ങിച്ചു, അത്രയും നല്ലതായിരുന്നു. AS ബാവയിൽ ഞാൻ പോയതാണ്. ഇത് കണ്ട നീലപാത്രം. ഇപ്പോൾ അവർക്ക് അവിടെ ഈ ഡാർക്ക് ബ്ലൂ വന്നിട്ടുണ്ട്. അതിൻ്റെ പല ഷേപ്പ് ഉണ്ട്. ഇത് സ്റ്റാർട്ടേഴ്സൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ സൂപ്പിൻ്റെ സ്പൂൺസ് ഒരുമാതിരി കടകളിലില്ല നല്ലത്. ഇത് പ്ലെയിൻ വൈറ്റാണ്. കാരണം സൂപ്പ് കുടിക്കുമ്പോൾ ആ സിൽവർ സ്പൂണിൽ കുടിച്ചാൽ ഒരു സന്തോഷം കിട്ടില്ല. അപ്പോൾ അതിന് പ്രോപ്പർ സ്പൂൺസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതെൻ്റെ തന്നെ ഒരു ഫേവറേറ്റാണ്. സ്റ്റീൽ പാത്രം പല ഷേപ്പിലുണ്ട്, പല ടൈപ്പിലുള്ള ദോശയൊക്കെ കഴിക്കാനായിട്ട്. അവിടെ കംപ്ലീറ്റ് കട മൊത്തം മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വന്നാട്ടോ ഞാൻ. പിന്നെ ഓയിലിൻ്റെ ക്യാനൊക്കെ മാറ്റാറായിരുന്നു. അപ്പോൾ ഇതിന് മൂടി കാണാനില്ലല്ലോ. ഇതുണ്ട്. അപ്പോൾ ഈ ഓയിൽ നല്ല നീറ്റായിട്ട് എൻ്റെ യൂസ് ചെയ്യണ ഓയിൽ ക്യാൻ ഭയങ്കരമായിട്ട് വൃത്തികേടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ ആകെ കൂടെ എനിക്ക് ലാഭിച്ചത് എവിടെയാണെന്നറിയോ, ഈ ടിഷ്യൂ കിച്ചൺ ടവൽ. അവിടെ നല്ല ലാഭമായിട്ട് തോന്നി. ഇത് കണ്ടോ, ഇത്രയും കിച്ചൺ ടവൽ കിട്ടി.
400 ആണോ 350 ആണോ എന്നറിയില്ല. അത് അവർ ഡിസ്കൗണ്ടിൽ തന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നല്ല കേട്ടോ വളവിന്ന്. പിന്നെ ഈ സ്ലിപ്പ്, ഈ നമ്മൾ കുപ്പിയിലൊക്കെ സ്ലിപ്പ് വേണ്ടേ, അത് ഇവിടെ എല്ലാവരും ചിരിക്കുന്നുണ്ട്, നല്ല ലാഭമെന്ന്. ഈ സ്ലിപ്പ് മേടിച്ചത് വളവിന്നാണ്. അത് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. പക്ഷെ നനഞ്ഞ് സാധനത്തിൽ ഒട്ടിക്കുന്ന സ്ലിപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിനെന്തോ പറയുമല്ലോ മെറ്റീരിയൽ, അത് നനഞ്ഞ ഇരിക്കുന്ന ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കുന്ന പറ്റിയ സ്റ്റിക്കറില്ലേ, അതിനെന്തോ ഒരു പേര് അവർ തന്നെ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്നില്ല. അതൊന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ലാഭിച്ചു ബോംബെയിൽ നിന്ന്. 150 റുപ്പീസോളെ നമ്മുടെ ഷെനലിൻ്റെയൊക്കെ പെർഫ്യൂമിൻ്റെ തന്നെ സെയിം ഫ്രേഗ്രൻസ് വരും ആൻഡ് മണവും ലാസ്റ്റ് ചെയ്യും. അതാണ് നെറ്റിപ്പോയത്. ഇത് വൈകുന്നേരം വരെ ഇരിക്കുന്നുണ്ട്. 150 റുപ്പീസുള്ളൂ. ഞങ്ങൾ ആ കൊളാബയിൽ നടന്നപ്പോൾ മേടിച്ചതാണ്. റോഡ് സൈഡ് കൊളാബയിൽ ഉള്ള വീഡിയോയിൽ കണ്ടില്ലേ, അവിടെ നിന്ന് മേടിച്ചാൽ. മന്ന ഇതിൻ്റെ ഒരു 3-4 വെറൈറ്റി മേടിച്ചായിരുന്നു. എല്ലാം പൊളിയാണ്. എന്നിട്ട് മണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഭയങ്കരം. അപ്പോൾ ആകെ കൂടെ എനിക്ക് ട്രിപ്പിൽ ലാഭമായിട്ട് തോന്നുന്നത് മെറ്റീരിയലും ഈ പെർഫ്യൂമും പിന്നെ ചെരുപ്പ്. ബോംബെ ട്രിപ്പ് എനിക്ക് മൊത്തത്തിൽ ലാഭം തന്നെ. പക്ഷേ ഇവിടെ പോയി എല്ലാം പോയിട്ടുണ്ട്. കാണിക്കാം ഇനി അടുത്തത്. ഇവിടെ വർക്കിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അവിടെ ഞാൻ കുറേ ലാഭിക്കാറുണ്ട്. അവിടെയാണ് ആകെ ലാഭം നടക്കുന്നത്. കത്തിയൊക്കെ ഇവിടെ തന്നെ ഷാപ്പ് ചെയ്യും, പുറത്തൊന്നും കൊടുക്കില്ല. പിന്നെ അതുമാത്രമല്ല, മസാലപ്പൊടികളും എല്ലാ സാധനവും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കും. പരമാവധി ഹോട്ടലിൽ നിന്ന് പോവാതിരിക്കും. അതൊക്കെയാണ് ലാഭം ഞങ്ങളുടെ പേജിൻ്റെ. ഇപ്പോൾ ഈ കത്തി ഷാർപ്പൻ ചെയ്യുന്നതിനെ പറ്റി ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ഇത് പക്ഷേ ഞങ്ങളുടെ ഇപ്പോൾ എനിക്ക് എപ്പോഴും ആവശ്യമുള്ള, ഞങ്ങൾ ആ ട്രിപ്പിന് പോയപ്പോൾ മേടിച്ചാൽ എപ്പോഴും കല്ല് 15 മിനിറ്റ് മുക്കിയിടണം വെള്ളത്തിൽ, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ആൻഡ് കറക്റ്റായിട്ട് ഈ കത്തി ഷാർപ്പൻ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട് കേട്ടോ. അതിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കത്തി കേടായി പോകും, വളഞ്ഞു പോകും ആക്ച്വലി. അപ്പോൾ ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. ആൻഡ് ഇത് ഇവിടെ വീക്കിലി ഞങ്ങളുടെ എല്ലാ ആഴ്ചയും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു 5-8 കത്തിയുണ്ട്. അതെല്ലാം ഇങ്ങനെ ചെയ്ത് എടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ കല്ല് ഈ ഷാർപ്പൻ ചെയ്യണ ഈ സ്റ്റോൺ ഇല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്ത് വെച്ചോട്ടോ. ഞാൻ അടുത്ത് തന്നെ ആ വീഡിയോ ഇടും, സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ. ബിക്കോസ് അതെല്ലാം കുക്ക് ചെയ്യണ എല്ലാവർക്കും അത്യാവശ്യമാണ്. നല്ല കത്തി ഉണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഡേ ടു ഡേ ലൈഫ് ഈസി ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഈ കിച്ചൺ ടീൽസ് തുടങ്ങിയപ്പോഴാണ് ഞാനും ഇത് ഓർത്ത് വെച്ചേട്ടോ. അത് കാണിക്കാം. മസാലപ്പൊടി നമ്മൾ കോണ്ടിനെൻ്റലിനും ചിക്കനിൽ പെട്ടാനുള്ളതും നാടൻ മസാലപ്പൊടി, പെരുംജീരകം എല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചിട്ട് നെയിം സ്ലിപ്പ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ കുക്കിംഗ് ഈസിയാണ്. അപ്പോൾ 1 മിനിറ്റ് നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ആ പൊടി നേരിട്ടിട്ടാൽ മതി. ഇപ്പോൾ ഞാൻ കാണിക്കാം. ഞാൻ ആ കോണ്ടിനെൻ്റലിൻ്റെ മസാലയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പിള്ളേർക്ക് പോകുമ്പോൾ ചിക്കനിൽ പെട്ടെന്ന് ഇട്ടിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോണേ അണിയൻ പൗഡർ, പാപ്രിക്ക, ഗാർലിക് പൗഡർ, പിന്നെ തൈം, ഒറിഗാനോ, എൻ്റെ റോസ്റ്റഡ് ചിക്കനിൽ ഉള്ള അതേ മസാലകൾ ഒരുമിച്ച് പൊടിച്ച് വെക്കാൻ പോകുക. അപ്പോൾ ഈ 10 പ്രാവശ്യം ഇങ്ങനെ എടുക്കാൻ പോകണ്ട. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒറ്റ മസാലയായിട്ട് കുപ്പിയിൽ കോണ്ടിനെൻ്റൽ ചിക്കൻ എന്ന് പറഞ്ഞ് പേര് എഴുതി വെക്കും. പിന്നെ ഇത് നമ്മുടെ സാദാ ജീരകം ഉണ്ടല്ലോ, അതിവിടെ ഒരു ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയും സാദാ ജീരകവും തൈരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് അത് ഇവിടെ എപ്പോഴും ആവശ്യമുള്ള. അപ്പോൾ അത് കാരണം സാദാ ജീരകം ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് ഞാൻ ആ മിക്സും കുപ്പിയിലാക്കി വെക്കാൻ പോവാം. അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മസാലകൾ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് പ്രോപ്പർ ഒരു മസാല മിക്സാക്കി വെക്കുക കുപ്പിയിൽ. അപ്പോൾ എന്താ പകുതി സമയം സേവ് ചെയ്യും. അങ്ങനൊരു ബിക്കോസ് എനിക്ക് ശരിക്കും നല്ലോണം അറിയാം. പണ്ട് ഞങ്ങൾ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കിയിരുന്ന സമയത്ത് ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കലും നല്ല പാടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കണം, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ മസാല കാണിച്ചു തരാം കേട്ടോ. ഇനി കഴിച്ചിട്ട് പറയാം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ നല്ല പ്ലേറ്റ്സൊക്കെ മേടിച്ചു എന്നിട്ട് ചെയ്താലും മൊത്തം കബേർഡിൽ വെക്കണ കുറേ പേരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആവില്ല കേട്ടോ. യൂസ് ചെയ്യുക, വീട്ടിലാണെങ്കിലും യൂസ് ചെയ്യുക, പിന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗസ്റ്റിന് വെക്കാമെന്നും പറഞ്ഞിട്ട് ഗസ്റ്റിന് കൊടുക്കാമെന്നും പറഞ്ഞ് വെച്ചിട്ട് ഗസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ കൊല്ലത്തിൽ ഒരു ദിവസമായിരിക്കും ഗസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു കൊല്ലം അങ്ങനെ തന്നെ ഇരിക്കും. തൽക്കാലം വീട്ടിലെ ആൾക്കാരെ എൻജോയ് ചെയ്ത് കഴിക്കുക. ഈ ഫ്ലാറ്റ് മാറുന്ന സമയത്ത് ജിജു എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഫ്ലാറ്റിൻ്റെ അകമൊക്കെ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഇപ്പോൾ എപ്പോഴും ആകെ പറഞ്ഞ കാര്യം, എനിക്ക് ഫ്ലാറ്റിൽ എൻ്റെ ആവശ്യത്തിനുള്ള എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവിടെ എക്സ്പെൻസ് കൂടിയാലും ഓപ്പൺ കിച്ചൺ വേണം. അങ്ങനെ എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് വേണം ഫ്ലാറ്റ് പണിയുമ്പോൾ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്വാണ്ടിറ്റിയിൽ ഞാൻ ഭയങ്കരമായിട്ട് കുറച്ചു കേട്ടോ. ഇത് ഗ്രിൽ ചിക്കൻ, അറബിക് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അറബിക് ചിക്കൻ വിത്ത് നമ്മുടെ അറബിക് റൈസ്. അത് അപ്പം തന്നെ യൂസ് ചെയ്തു. എനിക്കതങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ല വട്ടുപിടിയും. ഇത് ഗാർലിക് സോസ്, ഹമസിൻ്റെ റെസിപ്പി ഇപ്പം തന്നെ വരും. ആൻഡ് റൈസ്.
പൊളിയാട്ടോ ഈ റൈസ്. പിന്നെ ഈ റെസിപ്പി വീഡിയോസ് ഞാൻ ചെയ്യുമ്പോഴേ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞു ആൾ അറബിക് ചിക്കൻ ഉണ്ടായിട്ട് അത്രയും ശരിയായില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈഡ് ലെമനാണ്. അതിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിട്ടില്ല, അത് പിന്നെ നമുക്ക് ഇല്ലല്ലോ, വീട്ടിൽ കിച്ചണിൽ ഇല്ലാത്ത സാധനമല്ലേ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ടേസ്റ്റ് വരുന്നത്? ആ ഒരു അറബിക് ഫ്ലേവർ വരണമെങ്കിൽ ശരിക്കും ആ ഡ്രൈഡ് ലെമൺ വേണം. പിന്നെ ഒരാൾ പറയുക ബാർബിക്യൂ പോർക്ക് റിബ്സ് ആളുണ്ടാക്കി, ടേസ്റ്റ് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ ചേച്ചി, പക്ഷെ ഉപ്പ് കൂടിപ്പോയിന്ന്. അപ്പം ഞാൻ ആളോട് ചോദിച്ചു ബ്രൈൻ ചെയ്തിട്ട് വാഷ് ചെയ്തോന്ന് മീറ്റ്. അപ്പോൾ ഇല്ല അത് കേട്ടില്ലല്ലോ. അപ്പോൾ ആൾ ചിലപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ഇത് കേട്ട് കാണും. അപ്പോൾ ആ ഭാഗം മിസ്സായിപ്പോയി. കാരണം ബ്രൈൻ ചെയ്യണ ഉപ്പ് വെള്ളത്തിൽ എടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്തില്ലെങ്കിൽ ആ മീറ്റ് ഫുൾ ഉപ്പായി പോവും. അപ്പോൾ ആ ഭാഗം ആൾ ജസ്റ്റ് മിസ്സായിപ്പോയി. അങ്ങനെ അതുകൊണ്ട് റെസിപ്പി വീഡിയോസ് മാത്രം നിങ്ങൾ ഫുൾ കേൾക്കണം. ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണേ. ബിക്കോസ് ഞാൻ മൈന്യൂട്ട് കാര്യം വരെ പറഞ്ഞുകൊണ്ട് അത് ചെയ്യണേ. അതുകൊണ്ട് ഇനി മസാലപ്പൊടിയിലോട്ട് പോട്ടെ. ഇത് കഴിച്ചിട്ട് ഇനി ഞാൻ പുതിയ മേടിച്ച ബോട്ടിലിൽ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും എടുത്ത് വെക്കട്ടെ. ഇടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രമൊക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോഴേ നമ്മുടെ മൈൻഡിനെ തന്നെ ട്രീറ്റ് ചെയ്യണ പോലെയാട്ടോ. എനിക്കിതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത് കണ്ടോ മൂടിയൊക്കെ ചീത്തായി. ഇത്രയും നല്ലൊരു പേജ് ഹാൻഡിൽ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നല്ല ലാഭിച്ച പോലെ തോന്നിക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൾട്ടിപർപ്പസ് ലേബിൾ, അത് ഇതുപോലെ ലേബിൾ ചെയ്യാന്നല്ല, ഇനി എഴുതി വെച്ചില്ലെങ്കിൽ മാറിപ്പോവും. അത് ഉറപ്പാണ്, എൻ്റെ കാര്യത്തിൽ ഉറപ്പാണത്. ആഹാ, ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടോ, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് മടി പിടിച്ച് ഇരിക്കുന്ന കാര്യമാണ് ഈ കുപ്പി മാറ്റലൊക്കെ. ഞാനിങ്ങനെ നെയിം സ്ലിപ്പ് മേടിക്കൽ, കാരണം എല്ലാ സ്ഥലത്തും ഈ സാധനം അവൈലബിൾ അല്ലായിരുന്നത്. ഈ സ്ലിപ്പ് ഒട്ടിക്കണതില്ലേ, അത് കഴിഞ്ഞ്. ആഹാ, ഇനി നമ്മുടെ മസാലകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊടിച്ചു വെച്ച ചെറിയ ജീരകം നേരിയതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചു. ഇതിപ്പോൾ 600 ഗ്രാംസിൻ്റെ കുപ്പിയാട്ടോ. അതിലേക്ക് ജീരകം എപ്പോഴും ചൂടാക്കിയിട്ട് വേണം, ഞാൻ നേരത്തെ പറഞ്ഞു ചൂടാക്കിയിട്ട് വേണം ഇങ്ങനെ പൊടിച്ചു വെക്കാനായിട്ട്. ഇനി ഇത് വെച്ച് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കണം ചിക്കൻ്റെ മസാല ഞാൻ മിക്സ് ചെയ്ത് വെക്കണം കാണിക്കാട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കണം ആദ്യം, അതാദ്യം ഉണ്ടാക്കട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴും അരിച്ചിട്ട് വേണം മസാലകൾ പൊടിച്ചിട്ട് അരിച്ചു വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തരിതരിയായിട്ട് വെക്കും. ഇനി ഇത് മല്ലിപ്പൊടി വറുത്തിട്ട് പൊടിച്ചു. വെയിലില്ലാത്ത കാരണം ഇപ്പോൾ വറുത്തിട്ട് പൊടിച്ചാൽ ചെറുതായിട്ട് വറുത്താൽ മതി. ഫുൾ മല്ലി മേടിച്ചിട്ട്. പിന്നെ ഇത് പെരിഞ്ജീരകത്തിൻ്റെ പെരിഞ്ജീരകപ്പൊടി ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സാധനമാണ്. 2 ടൈപ്പ് ജീരകവും. അപ്പോൾ ഇതെപ്പോഴും പൊടിച്ചു വെക്കും. ഇനി നെയിം സ്ലിപ്പ് ചെയ്യണം, നെയിം ചെയ്യണം. ചെറിയ ജീരകം പെരിഞ്ജീരകം, മല്ലിപ്പൊടി, ചെറിയ ജീരകം, അത് സെറ്റ്. ഇനി മസാലപ്പൊടി. പിന്നെ നമ്മളെപ്പോഴും ചെയ്യണ ഗരം മസാല, അത് ഞാൻ റെസിപ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരുടെയും സെയിം തന്നെയായിരിക്കും. ബട്ട് ഇതിങ്ങനെ പൊടിച്ചു വെച്ചാൽ എന്ത് ഗുണമെന്നറിയോ? അതെനിക്കറിയില്ല. നിങ്ങൾക്ക് ഈ പുറത്തുനിന്നൊന്നും വേറെ മസാലപ്പൊടിയൊന്നും മേടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പ്രത്യേകിച്ച് എനിക്ക് ഈ മല്ലിപ്പൊടിയും ചെറിയ ജീരകവും വലിയ ജീരകവും പൊടിച്ചു വെച്ചാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ബിക്കോസ് അത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അത്രയും ഫ്ലേവർ ഇല്ല, മണവും ഇല്ല. മസാലപ്പൊടി ഓക്കെയാണ്, ഗരം മസാല പിന്നെയും ഉണ്ട്. ബാക്കിയും എല്ലാം ഇവിടെ തന്നെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കണം ഏറ്റവും ബെസ്റ്റ്. ഒറ്റ പ്രശ്നമുള്ളൂ കേട്ടോ, ഈ പൊടിക്കണ ദിവസം ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ വീട്ടിൽ അധികം പേര് ഇല്ലാത്ത ദിവസം ചെയ്യണം എന്നല്ല, ഭയങ്കര മണം, മൊത്തം മസാലയുടെ മണം. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബട്ട് എനിക്ക് ഈ മസാലയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ അറബിക് ചിക്കനുള്ള മസാല റെസിപ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ മിക്സ് ചെയ്ത് വെക്കാൻ പോവാം. അപ്പോൾ ഇതാണ് ആ ഡ്രൈഡ് ലെമൺ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരാൾ ഉണ്ടാക്കിയപ്പോൾ ഡ്രൈഡ് ലെമൺ ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണ്. അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ മസാലപ്പൊടി ഉണ്ടാക്കാൻ പോവാം. നമ്മുടെ റെഗുലർ മസാല, നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റ് മസാല, അതൊരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ചെറിയ ജീരകമാണ് ഇതിന് കൂടുതൽ വേണ്ടത്, അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ തന്നെ. പിന്നെ പെരിഞ്ജീരകവും വേണം. റെസിപ്പി നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി കേട്ടോ. പെരിഞ്ജീരകം കുറവാണ്, അപ്പോൾ 1 ടേബിൾ സ്പൂൺ. ഇങ്ങനെ വേണം മസാല മിക്സ് ചെയ്ത് ഉണ്ടാക്കണം, അപ്പോൾ ഈസിയാണ് നമുക്ക്. ആൻഡ് മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഞാൻ. ആൻഡ് മെയിനായിട്ട് നമ്മുടെ ഡ്രൈഡ് ലെമൺ ഇല്ലേ, അത് 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. മസാലപ്പൊടി നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന റെഡി മിക്സ് മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ഇനി 2 ടൈപ്പ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുപ്പിയിലാക്കി വെക്കും. ആൻഡ് റെസിപ്പിയിലുള്ള പോലെ തന്നെ നാരങ്ങ നീര് ആണോ തൈരാണെന്ന് ഇപ്പോൾ മറന്നുപോയി, അത് 2 ഏതാണെന്ന് വെച്ചാൽ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ മസാല റെഡിയല്ല, അപ്പോൾ പല കുപ്പികൾ എടുക്കണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മെയിൻ ഗുണം. ഈ പല കുപ്പിയൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ മടുത്തു പോകണത്. അറബിക് മസാലയും കോണ്ടിനെൻ്റൽ മസാലയും നമ്മളിന്ന് ഉണ്ടാക്കി വെക്കും, ഒരു നാടൻ മസാലയും മിക്സ് ചെയ്യട്ടെ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുപ്പിയിലാക്കി വെക്കുക. ഇപ്പോൾ ചിക്കൻ നമ്മുടെ തൈസും ബോൺസും ആയിട്ടുള്ള പീസില്ല, അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ്റെ പീസൊക്കെ ഇല്ലേ, അതിലേക്ക് ഇത് മാറിനേറ്റ് ചെയ്ത് തൈരും
നാരങ്ങ നീര് മാത്രം മാരിനേറ്റ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്താൽ മതി. പൊളി ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഈ ഡ്രൈഡ് ലെമൺ ഇപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ എപ്പോഴും പോയി മേടിക്കണ്ട. ഞാൻ ഇത്തിരി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെ ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം. അറബിക് മസാല. ഇനി എന്ത് വേണം? ഈസി ആയില്ലേ? ഇത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതും കൂടി ആക്കി വെച്ചാൽ പിന്നെ ഈ മസാലയൊക്കെ മാരിനേറ്റ് ചെയ്യാൻ ഒരു പണിയില്ല. പേസ്റ്റിൽ ജിഞ്ചർ ഗാർലിക്കും സെയിം ക്വാണ്ടിറ്റി, പിന്നെ ഓയിലിട്ടു, സൺഫ്ലവർ ഓയിൽ, ഉപ്പിട്ടു, ഇത്തിരി നാരങ്ങ നീരും ഇട്ടു. എന്നിട്ട് നല്ല നീറ്റായിട്ട് ഉള്ള കുപ്പിയിൽ വെള്ളം ഇല്ലാണ്ട് വേണം അരയ്ക്കാനായിട്ട്. എന്നിട്ട് കുപ്പിയുടെ മുകളിലും ഓയിൽ ഒഴിച്ച് വെക്കണം, ഈ സൺഫ്ലവർ ഓയിൽ തന്നെ. വെള്ളം ഇല്ലാണ്ട് അരയ്ക്കുക എന്നുള്ളതാണ് മെയിൻ തിങ്. കുപ്പി വലുതായി പോയില്ല. ഈ കുപ്പി കണ്ടിട്ട് നല്ല വേണം, പക്ഷേ ഇത് എനിക്ക് പറ്റിയതല്ല കേട്ടോ, കാരണം കുറച്ച് ക്ഷമ വേണം. കുപ്പി ഇത്തിരി വലുതായി പോയേ. ഇച്ചിരി കൂടി ഉണ്ടാക്കാം ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എന്തായാലും ഇത് യൂസ്ഫുള്ളാണ്. 2 ആഴ്ചയെങ്കിലും ഇരിക്കും, ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളൂ. ഇനി മെയിനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്തൂരി ചിക്കൻ്റെ മസാല എപ്പോഴും ഉണ്ടാക്കി വെക്കും, സ്കൂളിലോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടും. നേരത്തെ പണ്ട് ഞാൻ എപ്പോഴും ചെയ്ത് വെക്കായിരുന്നു. അതിന് മെയിനായിട്ട് ചെറിയ ജീരകം കൂടുതൽ വേണം. അപ്പോൾ അത് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആൻഡ് കാശ്മീരി മുളക് പൊടി ഒപ്പം തന്നെ 2 വലിയ ടേബിൾ സ്പൂൺ. പിന്നെ കുരുമുളക് പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ. ആൻഡ് എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, നാരങ്ങ നീര്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തന്തൂരി ചിക്കൻ മസാല എന്ന് പേര് എഴുതിയാൽ മതിട്ടാ. അതും റെഡി. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല കോണ്ടിനെൻ്റൽ മസാല, അത് നമ്മുടെ തൈമും ഓറിഗാനോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി വെക്കാം. അപ്പോഴത്തെ ഇതും റോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള മസാലയാണ് കേട്ടോ. അത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കി വെക്കണമെന്നുള്ളൂ. അപ്പോൾ വെറുതെ ഒലിവ് ഓയിലും മാത്രം ഇട്ടാൽ മതി. ഇത് കടുക് പൊടിച്ചതൊക്കെ ഉണ്ട് അതിനകത്ത്. ഏകദേശം ഒരു കണക്കിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ട്, പിന്നെ അഥവാ എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ ഗാർലിക് പൗഡറും അണിയൻ പൗഡറൊക്കെ വേറെ ചേർത്താൽ മതി വേണമെങ്കിൽ തന്നെ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പൊടിച്ചുണ്ടാക്കൽ പെട്ടെന്ന് തീരൂല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇനി ഇത് ബോട്ടിലാക്കട്ടെ. ഇതും പേരെഴുതാൻ മറക്കല്ലേ, കോണ്ടിനെൻ്റൽ മസാല ഫോർ ചിക്കൻ. അപ്പോൾ എന്താ, പെട്ടെന്ന് തന്നെ എടുത്ത് മാരിനേറ്റ് ചെയ്യാം. ഇനി മെയിനായിട്ട് നമ്മൾ ഈ നനഞ്ഞ കൈയൊക്കെ വെച്ച് പിടിക്കുമ്പോൾ ഈ എഴുതി വെച്ചതൊക്കെ വേസ്റ്റായി പോകും. അത് കാരണം എപ്പോഴും ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അത് പോവില്ല. ഒരു 5-6 മാസം വരെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ, ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പറ്റിയ സ്റ്റിക്കർ എനിക്ക് കിട്ടിയില്ല, നനഞ്ഞ ഇത് ചെയ്യണ പോലത്തെ. അപ്പോൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി, അങ്ങനെ കിട്ടിയില്ലെങ്കിൽ. പക്ഷെ അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇത് വെറുതെ വേസ്റ്റായി പോകും. പിന്നെ ഏത് പൊടിയാണെന്ന് ഒരു പിടുത്തവും കിട്ടില്ല. അത് കാരണം ഇതാണ്ടോ, ഒരുമാതിരി ഒരു 2 ആഴ്ചയ്ക്കുള്ള എല്ലാ സാധനങ്ങളും സെറ്റാണ്. മസാലപ്പൊടിയൊക്കെ കൂടുതലുണ്ട്, ബാക്കി നമ്മുടെ മാരിനേഷൻസ് എല്ലാം സെറ്റ്. ഇനി ഇത് എൻ്റെ ഓപ്പൺ കിച്ചണിൽ കൊണ്ട് സെറ്റ് ചെയ്യും, കുക്കിംഗ് നടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി കിച്ചൺ ടൈൽസിൽ ഞാൻ ആദ്യം എപ്പോഴും എല്ലാ വീഡിയോസും തുടങ്ങണേക്കാൾ മുമ്പ് ചെയ്യണ ഒരു പരിപാടിയുണ്ട്. മദർ മേരിയുടെ ഈ ബുക്ക് നമുക്ക് എപ്പോഴും ഓരോ മെസ്സേജസ് തരും. ബൈബിളിലെ പോലെയല്ല, നമുക്ക് തുറക്കുമ്പോൾ നമ്മുടെ സിറ്റുവേഷനനുസരിച്ചുള്ള മെസ്സേജസ് തരും. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മെസ്സേജ്, കണ്ണ് കാണുന്നില്ല, കോൺടാക്ട് ലെൻസ് മാറ്റണം, ഒന്ന് വായിച്ച ശേഷം ഇതാ, കണ്ണ് കാണുന്നില്ല റെഡി, ക്യാമറമാൻ പറയില്ലെന്ന്. എന്തായാലും ഈ ബുക്കിലെല്ലാം പണിപാളി. കോൺഫിഡൻസ് കൂടുമ്പോൾ അപ്പം തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തരും കേട്ടോ. നല്ല മിക്ക ദിവസവും നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ തരുന്ന ബുക്കായത്. ചിലപ്പോൾ ഞാനിത് പ്രിൻറ്റ് ചെയ്യിക്കും. ആൻഡ് ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ എല്ലാവരും ഉണ്ടല്ലോ, ഷായിദയും എല്ലാവരും തന്നെ, അവരും ഇത് തുറന്നു നോക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിലെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു. ആൻഡ് ഇന്നെന്തോ നല്ല ഹാപ്പിയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും റെഡിയായി, എല്ലാ പൊടികളും റെഡിയായി, ആൻഡ് കുപ്പികളൊക്കെ നീറ്റായി. അങ്ങനെ അത് ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതാണ്. ഇനി എനിക്ക് വൈകുന്നേരം നടക്കാൻ പോകണം.